സമാപന പ്രസംഗത്തിൽ ഗവർണർ ഒഴിവാക്കിയ ഭാഗം മുഖ്യമന്ത്രി വായിച്ചതിൽ വിശദീകരണം ആവശ്യപ്പെട്ട് ഗവർണർ അയച്ച കത്തിന് സ്പീക്കർ മറുപടി നൽകില്ല. കോൺഫിഡൻഷ്യൽ എന്ന് എഴുതിയ കത്ത് ഗവർണർ ആദ്യം നൽകിയത് മാധ്യമങ്ങൾക്കാണെന്നും പിന്നെയാണ് തനിക്ക് കിട്ടിയതെന്നും സ്പീക്കർ എൻ ഷംസീർ പറയുന്നു. ഇതിനെക്കുറിച്ച് ഗവർണറുടെ ഓഫീസ് ചിന്തിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. സ്പീക്കറോട് കത്തെഴുതാനുള്ള അവകാശമൊക്കെ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ചാനലിനും പത്രത്തിലും വന്നതിന് ശേഷമാണ് ഞങ്ങൾ കത്ത് ലഭിക്കുന്നത്. ആ കത്തിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ഹൈലി കോൺഫിഡൻഷ്യൽ എന്നാണ്. അതാണ് അതിൻ്റെ വിരോധാഭാസം. ഹൈലി കോൺഫിഡൻസ് എന്നൊരു കത്ത് എഴുതിയിട്ട് സ്പീക്കർക്ക് തരുന്നു. സാധാരണ സ്പീക്കർക്ക് വരുന്ന ഏത് കത്തും സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് തുറക്കാം. പക്ഷേ അതിൽ ഹൈലി കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് പ്രൈവറ്റ് സെക്രട്ടറി ഞാൻ വന്നതിന് ശേഷമാണ് എൻ്റെ സാന്നിധ്യത്തിലാണ് പൊളിക്കുന്നത്. പക്ഷെ അതിൽ ഹൈലി കോൺഫിഡൻഷ്യലായ ഒരു വിവരമില്ല. കാരണം അതൊക്കെ ജനം അറിഞ്ഞ കാര്യമാണ്. അപ്പോൾ അത് അത്തരമൊരു ഓഫീസ്, ഗവർണറുടെ ഓഫീസ് ഇങ്ങനെ കോപ്പിയാണോ സ്പീക്കർക്ക് തരേണ്ടതെന്നുള്ള അവരാണ് ആലോചിക്കുന്നത്. ഞങ്ങൾക്ക് ലഭിച്ചത് കോപ്പിയാണ്. കത്ത് പത്രക്കാർക്ക് കൊടുക്കുകയും അതിൻ്റെ കോപ്പി വാങ്ങിച്ച് ഉത്തരം കൊടുക്കേണ്ടവരാണോ സ്പീക്കറുടെ ഓഫീസ് എന്നത് ഗവർണറല്ല, അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഗൗരവമായി പരിശോധിക്കേണ്ട കാര്യമാണ്. റഹീസ് റഷീദാണ് ചേരുന്നത്. റഹീസ്, കടുപ്പിച്ചു തന്നെയാണ് സ്പീക്കർ അല്ലേ? വിനിത, ഉറപ്പായും. കാരണം ഗവർണറുടെ ഓഫീസ് ചെയ്തത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു നടപടിയാണെന്നാണ് സ്പീക്കർ എൻ ഷംസീർ പറയുന്നത്. ഹൈലി കോൺഫിഡൻഷ്യൽ എന്നെഴുതി ഒരു കത്ത് സ്പീക്കർക്ക് നൽകുകയും അത് സ്പീക്കറുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്യുന്ന ഒരു രീതി ശരിയല്ല. ഇത് ഗവർണർ അങ്ങനെ നേരിട്ട് ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല എന്ന് സ്പീക്കർ പറയുന്നുണ്ട്. പകരം ഗവർണറുടെ ഓഫീസ് ഒന്ന് ചിന്തിക്കണം, ഇങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ഒരു ചിന്ത വേണം എന്നതാണ് പറയുന്നത്. എന്തായാലും ഗവർണർ അന്ന് പ്രഖ്യാപന ദിവസം നടന്ന മുഖ്യമന്ത്രിയുടെ പ്രസംഗം, ഗവർണറുടെ പ്രസംഗം, സ്പീക്കറുടെ ഇടപെടൽ എല്ലാം സംബന്ധിച്ച വീഡിയോ ദൃശ്യങ്ങൾ ചോദിച്ചാണ് സ്പീക്കർക്ക് കത്ത് എഴുതിയത്. ആ കത്തിനൊരു മറുപടി നൽകേണ്ടതില്ല. അതായത് സ്പീക്കർ ചോദിച്ച പ്രസംഗത്തിൻ്റെ കോപ്പി നൽകേണ്ടതില്ല എന്ന തീരുമാനം സ്പീക്കർ എടുത്തിരിക്കുന്നു. അതാണ് എൻ ഷംസീർ പറഞ്ഞത്. മറ്റൊരു കത്ത് നൽകുകയാണെങ്കിൽ അക്കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം എന്നതാണ് സ്പീക്കറുടെ നിലപാട്. ഇതിനെ ലോക്ഭവൻ എങ്ങനെ പ്രതികരിക്കും എന്നത് ഇനി നോക്കിക്കാണണം. ശരി, റഹീസ് റഷീദ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.